സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രി. ഹലോ, ഇന്ന് ഞാൻ പഴയകാല സിനിമകളിലെ ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്ത ഒരു അഭിനേതാവായിരുന്ന സത്യനെ കുറിച്ചാണ് പറയുന്നത്. മിമിക്രി കലാകാരന്മാർ സ്റ്റേജ് ഷോകളിലും മറ്റും രൂപവും ഭാവവും നൽകുന്ന സത്യൻ മാഷിനെ ഇന്നത്തെ തലമുറയ്ക്കും പരിചയമുണ്ട്. 1912 നവംബർ 9 തിരുവനന്തപുരത്ത് ചെറുവിളാകത്ത് വീട്ടിൽ മാനുവൽ സത്യനേശൻ നാടാർ എന്ന സത്യൻ ജനിച്ചു. ചലച്ചിത്ര നടൻ എന്നതിലുപരി പോലീസ് ഇൻസ്പെക്ടർ, പട്ടാളക്കാരൻ, ക്ലർക്ക്, സ്കൂൾ അധ്യാപകൻ എന്നിങ്ങനെ വിവിധ ജോലികൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. 1952 മുതൽ 1971 വരെയാണ് അദ്ദേഹം സിനിമയിൽ സജീവമായി നിലനിന്നിരുന്നത്. ഇദ്ദേഹത്തിന്റെ പിതാവ് മാനുവൽ, മാതാവ് ലില്ലിയമ്മ, ഭാര്യയുടെ പേര് ജെസ്സി, 3 ആൺകുട്ടികൾ പ്രകാശ് സത്യൻ, സതീഷ് സത്യൻ, ജീവൻ സത്യൻ. മൂത്ത മകൻ പ്രകാശ് സത്യൻ 2014 ഏപ്രിൽ 15 അന്തരിച്ചു. 2 തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിട്ടുള്ള സത്യൻ തനതായ അഭിനയ ശൈലി കൊണ്ടും സ്വാഭാവികമായ അഭിനയം കൊണ്ടും തന്റെ കാലഘട്ടത്തിൽ വളരെ പ്രശസ്തനായിരുന്നു. ദശാബ്ദങ്ങൾ കടന്നുപോയിട്ടും മലയാള ചലച്ചിത്ര രംഗത്ത് ഒരു പാഠപുസ്തകമായി സത്യൻ ഇന്നും ജീവിക്കുന്നു. മലയാള നടന്മാരിൽ ഒട്ടനവധി പേർ അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സത്യൻ അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം അദ്ദേഹം മികവ് പുലർത്തി. മലയാള ചലച്ചിത്ര രംഗത്ത് അക്ഷരാർത്ഥത്തിൽ സത്യന്റെ സിംഹാസനമുണ്ട്. പ്രമുഖ സ്റ്റുഡിയോകളിലും സത്യന്റെ വീട്ടിലും അദ്ദേഹം സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന കസേരകളിൽ ഒന്നിരിക്കാനുള്ള മോഹവുമായി നടന്ന നടന്മാർ എക്കാലത്തും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ആരൊക്കെ അതിലിരുന്നാലും അദ്ദേഹത്തിന്റെ സിംഹാസനം അദ്ദേഹത്തിനായി ഒഴിഞ്ഞു തന്നെ കിടക്കും. അദ്ദേഹം പോലീസ് ആയിരുന്നപ്പോഴാണ് സിനിമയിലേക്ക് വരുന്നത്. അക്കാലത്ത് നാടകങ്ങളിലും അഭിനയിച്ചിരുന്നു. ഈ നാടക അഭിനയങ്ങൾ അദ്ദേഹത്തിന് അഭിനയത്തിൽ കൂടുതൽ താല്പര്യമുണ്ടാക്കി. സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതർ എന്ന സംഗീത സംവിധായകൻ വഴി പല സിനിമാ പ്രവർത്തകരെ സത്യൻ കണ്ടു. പക്ഷേ സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചില്ല. അക്കാലത്ത് കെ ബാലകൃഷ്ണൻ കൗമുദി എന്ന സിനിമയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നറിഞ്ഞ് സത്യൻ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിൽ മതിപ്പുളവാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 1951 സത്യൻ ത്യാഗസീമ എന്ന സിനിമയിൽ അഭിനയിച്ചു. അതിനുശേഷം സത്യൻ പോലീസ് ജോലി ഉപേക്ഷിക്കുകയും സിനിമയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. തന്റെ പേര് ചുരുക്കി സത്യൻ എന്നാക്കുകയും ചെയ്തു. പക്ഷേ സത്യൻ അഭിനയിച്ച ആ സിനിമ പുറത്തു വന്നില്ല. 1952 സത്യന്റെ ആദ്യ സിനിമ പുറത്തിറങ്ങിയത്. ആത്മസഖി എന്ന പേരിൽ പുറത്തിറങ്ങിയ സിനിമ വിജയമാവുകയും ചെയ്തു. പക്ഷേ സത്യന്റെ ജീവിതത്തിലെ വഴിത്തിരിവായ സിനിമ 1954 ഇറങ്ങിയ നീലക്കുയിലായിരുന്നു. മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായിരുന്നു നീലക്കുയിൽ. മലയാളത്തിൽ തന്നെ രചിക്കപ്പെട്ട ആദ്യത്തെ മലയാള സിനിമയായിരുന്നു അത്. പി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ സംഗീതം നൽകിയ ഈ സിനിമയിലെ ഗാനങ്ങൾ വളരെ പ്രശസ്തമായി. കേന്ദ്ര സർക്കാരിന്റെ രജത കമല അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്രമായിരുന്നു നീലക്കുയിൽ. ഈ ചിത്രത്തിന്റെ വിജയം സത്യനെയും കൂടെ അഭിനയിച്ച നായിക മിസ് കുമാരിയെയും പ്രശസ്തരാക്കി. സത്യൻ ഒരുപാട് പ്രമുഖ സംവിധായകരുടെ ചിത്രങ്ങളിൽ പിന്നീട് അഭിനയിച്ചു. KS സേതുമാധവൻ, A വിൻസെന്റ്, രാമു കാര്യാട് എന്നിവർ അവരിൽ ചിലരാണ്. ഓടയിൽ നിന്നെന്ന ചിത്രത്തിലെ പപ്പു, ദാഹു എന്ന ചിത്രത്തിലെ ജയരാജൻ, യക്ഷി എന്ന ചിത്രത്തിലെ പ്രൊഫസർ ശ്രീനി എന്നിവ സത്യന്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളാണ്. സ്നേഹസ്നീമ, നായർ പിടിച്ച പുലിവാൽ, മുടിയനായ പുത്രൻ, ഭാര്യ, ശകുന്തള, കായംകുളം കൊച്ചുണ്ണി, അടിമകൾ, ചെമ്മീൻ, കരകാണക്കടൽ എന്നിവയൊക്കെ പ്രശസ്തമായ മറ്റു ചിത്രങ്ങളാണ്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടനായ സത്യൻ 150-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ 2 തമിഴ് ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു. 1969 കടൽപ്പാലം എന്ന ചിത്രത്തിനും 1971 കരകാണക്കടൽ എന്ന ചിത്രത്തിനും കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചു. മഹത്തായ ഒരു അഭിനേതാവായിരുന്ന സത്യന്റെ പേരിൽ മലയാള സിനിമയിലെ നല്ല പ്രകടനങ്ങൾക്ക് പുരസ്കാരങ്ങൾ നൽകി പോരുന്നു. സത്യൻ ദേശീയ അവാർഡ് സത്യൻ ഫൗണ്ടേഷൻ സിനിമയിലെ വിവിധ മേഖലകളിൽ ഉന്നത പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് വേണ്ടി നൽകുന്നതാണ് ഇത്. സത്യൻ പുരസ്കാരം കേരള സാംസ്കാരിക വേദി നൽകുന്ന ഈ സത്യൻ പുരസ്കാരം 10,000 രൂപയും ഫലകവും ഉൾപ്പെടുന്നതാണ്. സത്യൻ മെമ്മോറിയൽ ഫിലിം അവാർഡ് ഈ അവാർഡ് മലയാള സിനിമയിലെ മികച്ച നടൻ, നടി, വില്ലൻ, മികച്ച ഹാസ്യ നടൻ, മികച്ച പുതുമുഖം, മികച്ച ഗായിക, ഗായകൻ എന്നിവരെ തിരഞ്ഞെടുക്കുന്നു. സിനിമയിൽ നിറഞ്ഞു നിൽക്കവേ 1970 ഫെബ്രുവരിയിൽ സത്യന് ഗുരുതരമായ രക്താർബുദം സ്ഥിരീകരിച്ചു. ഏറെ ദിവസങ്ങളായി പനിയും വിളർച്ചയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ രോഗം സ്ഥിരീകരിച്ചത്. ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ നിർദ്ദേശിച്ചെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അദ്ദേഹം അഭിനയം തുടർന്നു.
അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് രക്തം ഛർദ്ദിച്ച് അദ്ദേഹം കുഴഞ്ഞു വീഴുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ ഗുരുതരാവസ്ഥ പലർക്കും മനസ്സിലാവുന്നത്. തുടർന്ന് അദ്ദേഹം തന്നെ സ്വയം കാറോടിച്ചു പോയി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തെ കാണാൻ വന്ന മക്കളോട് എനിക്കൊന്നുമില്ല, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ. 1971 ജൂൺ 15 പുലർച്ചെ 4:30 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 58 വയസ്സായിരുന്ന പ്രായം. മലയാളക്കര ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. മലയാളത്തിൽ കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു ആ മരണം. ചെന്നൈയിലായിരുന്ന മൃതദേഹം പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിച്ചപ്പോൾ വൻ ജനാവലിയായിരുന്നു അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത്. തുടർന്ന് സത്യന്റെ തിരുവനന്തപുരത്തെ വീട്ടിലും BJD ഹാളിലും പൊതുദർശനത്തിന് വെച്ച ശേഷം LMS കോമ്പൗണ്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തെ സംസ്കരിച്ചു.